Relationship marketing. Relationship marketing is one of the modern trends in marketing. It is a shift from transaction-based marketing. Transaction-based marketing focuses on increasing the number of transactions or sales. There is no ongoing relationship between customers, but in relationship marketing, a long-term relation with customers. Relationship marketing is a strategy designed to cultivate customer loyalty, interaction, and long-term association with the company. It is primarily concerned about attracting, developing, and retaining customer relationship. It intends to develop strong contact with the customers by providing them with best services and by promoting open communication. This results in increasing mouth publicity and repeated dealings. Relationship marketing recognizes the long-term value of customer relationship and extends communication beyond advertisement and sales promotion. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു മോഡേൺ ട്രെൻഡാണ്. ഇതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കസ്റ്റമർ ആണ്. അതായത് കസ്റ്റമറുമായിട്ടൊരു റിലേഷൻഷിപ്പ് കമ്പനി ഉണ്ടാക്കുന്നു. അതുവഴി കസ്റ്റമേഴ്സിന് കൂടുതൽ വിശ്വാസം കമ്പനിയിൽ ഉണ്ടാവുകയും ആ ഫേമുമായിട്ട് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ട്രഡീഷണലായിട്ടുള്ള ട്രാൻസാക്ഷൻ ബേസ്ഡ് മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ മെച്ചമുള്ളതാണ്. അതായത് കസ്റ്റമറുമായിട്ടൊരു ബന്ധം ഫേമുണ്ടാക്കുകയും അതുവഴി കൂടുതൽ സർവീസുകൾ കസ്റ്റമേഴ്സിന് നൽകുകയും അതുവഴി അവരെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കസ്റ്റമേഴ്സ് മൂലം മൗത്ത് പബ്ലിസിറ്റി നൽകി കൂടുതൽ പ്രോഡക്റ്റ് വിറ്റഴിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കമ്പനിക്ക് ലഭിക്കാനും ഈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. Definitions of relationship marketing. Evans and Luskin define relationship marketing as a customer-centered approach whereby a firm seeks long-term business relations with prospective and existing customers. ഇവാൻസ് ആൻഡ് ലെസ്കിൻ്റെ ഡെഫിനിഷൻ പ്രകാരം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു കസ്റ്റമർ സെൻറ്റേഡ് അപ്രോച്ചാണ്. അവിടെ ഫേമും കസ്റ്റമറും തമ്മിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും നിലവിലുള്ള കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അക്കോർഡിംഗ് ടു മോർഗൻ ആൻഡ് ഹണ്ട്, RM refers to all marketing activities directed towards establishing, developing and maintaining successful relational exchanges. മോർഗൻ ആൻഡ് ഹണ്ടിൻ്റെ ഡെഫിനിഷൻ പ്രകാരം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നുള്ളത് കസ്റ്റമേഴ്സുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ചുകളെയും എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡേവിഡ് എൽ കട്ട്സ്, HF McKinsey and Kim Snow define relationship marketing as the development, growth and maintenance of cost-effective, high-value relationship with individual customers, suppliers, distributors, retailers and other partners for mutual benefit over time. ഡേവിഡ് എൽ കട്ട്സ്, HF McKinsey, കിം സ്നോ എന്നിവരുടെ ഡെഫിനിഷൻ പ്രകാരം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നുള്ളത് കസ്റ്റമേഴ്സ് മാത്രമല്ല, സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് അതർ പാർട്ട്നേഴ്സ് എന്നിവരുമായിട്ട് ഉള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അതിനെ വികസിപ്പിക്കുക എന്നുള്ളത് എല്ലാം ഉൾപ്പെട്ടതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നത്. എലമെൻറ്റ്സ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബട്ടിൽ, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് are characterized by following elements. First one, concern. Second, trust and commitment. Third, service. Elements of RM. First one, concern. Relationship marketers are concerned about the welfare of the customers. They try to give over and above the expectations of the customers. Relationship marketer concern ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ വെൽഫെയർ ആണ്. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചായിരിക്കണം റിലേഷൻഷിപ്പ് മാർക്കറ്റേഴ്സ് പ്രവർത്തിക്കേണ്ടത്. സെക്കൻഡ് വൺ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ട്രസ്റ്റ് ഇൻക്ലൂഡ് 2 important aspects. One of the trust is the honesty and trust in benevolence. Honesty means the adherence to promises, obligations and sincerity. Benevolence is the interest in the welfare of others.
കമ്മിറ്റ്മെൻറ്റ് ഈസ് ദ കണ്ടിന്യൂസ് ഡിസയർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ്. ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ട്രസ്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, ഹോണസ്റ്റി ആൻഡ് ബെനവലൻസ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള പ്രോമിസുകൾ, അവരുമായിട്ടുള്ള ഒബ്ലിഗേഷൻസ്, സിൻസിയറിറ്റി അതൊക്കെ കാത്തു സൂക്ഷിക്കുക. ദെൻ ബെനവലൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വെൽഫെയറും കൂടി കണക്കാക്കുക. അതായത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് ബെനവലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്മിറ്റ്മെൻറ്റ് ഈസ് ദ കണ്ടിന്യൂസ് ഡിസയർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സർവീസ്. ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് കൺസേൺ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. Best service is the product of the above mentioned elements. RM wants an organization-wide commitment to provide high quality service to the customers. സർവീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കൺസേൺ, ട്രസ്റ്റ്, കമ്മിറ്റ്മെൻറ്റ് എന്നിവയുടെ ഔട്ട്കമ്മാണ്. ബെസ്റ്റ് സർവീസ് നൽകണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ കമ്മിറ്റ്മെൻറ്റുകളും ട്രസ്റ്റും കൺസേണും ഒക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സർവീസ് നൽകാൻ പറ്റുകയുള്ളൂ. ആ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ലെവൽസ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ പ്രൈസ് ഫോക്കസ്, സെക്കൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, തേർഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. ഫസ്റ്റ് വൺ പ്രൈസ് ഫോക്കസ്. പ്രൈസ് ഫോക്കസിൽ പറയുന്നത് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രൈസ് റിഡക്ഷൻ, ഡിസ്കൗണ്ട് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് റിഡക്ഷനും ഡിസ്കൗണ്ടും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും ഒക്കെ നൽകിയാൽ കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൂടുതലായിട്ട് നടത്താനും സാധിക്കുന്നു. ദെൻ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഇൻ ദിസ് ലെവൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ഡെവലപ്സ് ഇൻ ടു സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഇറ്റ് ഷിഫ്റ്റ് to a natural relationship from an artificial business relationship. Improved communication and customer services are the important aspect of this level. Social interaction എന്ന് പറഞ്ഞാൽ കസ്റ്റമറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്താൽ അത് അവരുടെ ട്രാൻസാക്ഷനെ വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ ബിസിനസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷനും കസ്റ്റമർ സർവീസും ഇതിന് സഹായകമാണ്. തേർഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. There occur structural changes in the relationship between the firm and a customer. The customer grows to the level of member or partner of the firm. A dependent relationship is evolved between customer and the firm which continues to grow over time. Interdependence എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷനിൽ നിന്നും കസ്റ്റമറുമായിട്ടുള്ള ബന്ധം കൂടുതൽ വളർന്ന് അവർ കസ്റ്റമേഴ്സ് ആ ഫേമിൻ്റെ ഒരു മെമ്പറോ പാർട്ണറോ ഒക്കെ ആവാനുള്ള സാധ്യതകളാണ് പറയുന്നത്. അതുവഴി കസ്റ്റമേഴ്സ് കമ്പനിയുമായൊരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് ടു ഇഫക്റ്റീവ്ലി റിറ്റെയിൻ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ സഹായിക്കുന്നു. സെക്കൻഡ്, ഇറ്റ് ഇൻക്രീസസ് ദ ലോയൽറ്റി ഓഫ് കസ്റ്റമേഴ്സ് ടു ദ ഫേം. ഫേമിലുള്ള ലോയൽറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. തേർഡ്, ബെറ്റർ മൗത്ത് പബ്ലിസിറ്റി ബൈ ദ കസ്റ്റമേഴ്സ് റെഡ്യൂസസ് ദ പ്രൊമോഷൻ എക്സ്പെൻസസ്. ലോയൽ കസ്റ്റമേഴ്സ് റെക്കമെൻഡ് ദ പ്രോഡക്റ്റ് സർവീസ് ടു അതേഴ്സ്. കസ്റ്റമറുമായിട്ടൊരു ബന്ധം ഉണ്ടായാൽ അവർ മൗത്ത് പബ്ലിസിറ്റി വഴി കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുകയും ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർത്ത്, ദ കസ്റ്റമേഴ്സ് വിൽ ഗീവ് ക്രിയേറ്റീവ് സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് ടു ദ കമ്പനി. കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ കമ്പനിക്ക് നൽകുന്നു. ഫിഫ്ത്ത്, റിപ്പീറ്റഡ് ഡീലിങ്സ് ബൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിപ്പീറ്റഡ് ഡീലിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. സിക്സ്ത്, ഓവറോൾ ഇൻക്രീസ് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ പ്രോഫിറ്റ് അതുപോലെ തന്നെ സെയിൽസും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സെവൻത്ത്, ബെറ്റർ കസ്റ്റമർ റിലേഷൻസ് മേക്ക് ഈസി ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. ഫേമിന് പുതിയ പ്രോഡക്ട്സ്
ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമർ റിലേഷൻ വളരെയധികം സഹായിക്കുന്നു. സോഷ്യൽ മാർക്കറ്റിംഗ്. Social marketing describes the use of marketing principles and techniques to promote a social cause, idea, or behavior. Change from a wrong idea or behavior or adoption of right ideas and behaviors is the goal of social marketing. Social marketing attempts to generate social benefit and welfare, whereas commercial marketing attempts to generate financial benefits. Social marketing tries to influence social behaviors not to benefit the marketer but to benefit the customers and the general society. Simply, the social marketing means a process that uses commercial marketing techniques to promote the adoption of positive behaviors. കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ സോഷ്യൽ മാർക്കറ്റിംഗ് എന്നുള്ളത് സമൂഹത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയുള്ളതാണ്. സൊസൈറ്റിയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് സോഷ്യൽ മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുന്നത്. സൊസൈറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാക്കാനുള്ള ഐഡിയയോ ബിഹേവിയറോ ഉണ്ടാക്കുക എന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സൊസൈറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാക്കി അത് ആ ചേഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ സോഷ്യൽ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ മാർക്കറ്റിങ്ങിൽ സൊസൈറ്റിക്ക് നല്ലതായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Social marketing definition. According to Philip Kotler, social marketing is the use of principles and techniques to influence a target audience to voluntarily accept, reject, modify or abandon behavior for the benefit of individuals, groups or society as a whole. ഫിലിപ്പ് കോട്ട്ലർ പറയുന്നതനുസരിച്ച് ലക്ഷ്യമിടുന്ന ഓഡിയൻസിനെ സ്വാധീനിക്കാനുള്ള തത്വങ്ങളും ടെക്നിക്സുമാണ് സോഷ്യൽ മാർക്കറ്റിംഗ്. ഇതനുസരിച്ച് വ്യക്തിയോ ഗ്രൂപ്പുകളുടെയോ സമൂഹത്തിൻ്റെയോ മൊത്തത്തിലുള്ള പ്രയോജനത്തിനായി സ്വമേധയാ സ്വീകരിക്കുകയോ നിരസിക്കുകയോ പരിഷ്കരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. സോഷ്യൽ ബിഹേവിയറിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കസ്റ്റമറെ സ്വാധീനിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായി പറയുന്നത്, cigarette smoking is injurious to health. Tobacco kills. Do not mix drink with drive. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകുന്നത് ഈ സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ലൈഫ് ബോയ് അവതരിപ്പിക്കുന്ന സ്വസ്ഥ ചേതന 5-year ഹെൽത്ത് ആൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അത് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ സോഷ്യൽ മാർക്കറ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദ വെൽഫെയർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദ സൊസൈറ്റി ആസ് എ ഹോൾ. കൺസ്യൂമേഴ്സിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക. സെക്കൻഡ് വൺ, ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. തേർഡ് വൺ, ടു എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദ ഈവിൾ ഇഫക്ട്സ് ഓഫ് റോങ് ബിഹേവിയർ ഓർ ആക്ഷൻ. കൺസ്യൂമേഴ്സിനെ തെറ്റായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. ഫോർത്ത് വൺ, ടു ഹെൽപ്പ് ദ കൺസ്യൂമേഴ്സ് ടു സെലക്ട് ദ റൈറ്റ് പ്രോഡക്ട്സ് ആൻഡ് അവോയ്ഡ് അൺഹെൽത്തി ആൻഡ് അൺസേഫ് പ്രോഡക്ട്സ്. അൺഹെൽത്തി ആയിട്ടുള്ളതും അൺസേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുക. ഫിഫ്ത്ത് വൺ, ടു ഇൻക്രീസ് ദ ഇമേജ് ഓഫ് ദ കമ്പനി ആൻഡ് ദ ബ്രാൻഡ്. ഒരു കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ബ്രാൻഡിനെക്കുറിച്ചോ ഒരു നല്ല ഇമേജ് കൺസ്യൂമേഴ്സിനെ അടുത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കുക.